ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പശക്തിയെ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. ഞാൻ ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഇതാണ് എൻ്റെ അനാദി സ്വരൂപം. ഈ സ്മൃതിയിൽ ഞാൻ ആത്മാവിൽ അനാദി ഗുണങ്ങൾ പ്രകടമാകുന്നു. ഞാൻ സന്തുഷ്ടാത്മാവാണ്. ഡ്രാമയിൽ എൻ്റെ റോൾ എന്താണെങ്കിലും ഞാൻ സന്തുഷ്ടമാണ്. എൻ്റെ കർമ്മത്തിലും വചനത്തിലും സന്തുഷ്ടതയുടെ തിളക്കമുണ്ട്. മനസ്സിൽ ആത്മീയ നിസ്വാർത്ഥ സ്നേഹമുണ്ട്. ഞാൻ വിദേഹി ആത്മാവാണ്. ജ്ഞാനസ്വരൂപമാണ്. പവിത്രമാണ്. ഞാൻ സർവശ്രേഷ്ഠ മഹാൻ പുണ്യാത്മാവാണ്. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിലൂടെ ഞാൻ നോക്കുകയാണ് പുണ്യാത്മാക്കളുടെ ലക്ഷണങ്ങൾ സ്വയം തന്നിലുണ്ടോ എന്ന്. ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും സ്വയം പ്രതിയും മറ്റാത്മാക്കളുടെ പ്രതിയും പുണ്യം ശേഖരിക്കുന്ന ഞാൻ പുണ്യാത്മാവാണ്. സദാ അവിനാശി ഖജാനകളുടെ ദാനം ചെയ്ത് ഞാൻ പുണ്യം സമ്പാദിക്കുകയാണ്. സ്മൃതിയിൽ ഞാൻ ബാപ്പ് സമാനം സമർത്ഥമാണ്. പരമാത്മാ ശക്തികളുടെ ആധാരത്തിൽ ഞാൻ പുണ്യാത്മാവായി തീരുകയാണ്. ഞാൻ സദാ സന്തോഷത്തോടെ ഇരിക്കുന്നു. മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നു. എല്ലാവരിലും കൃപ കാണിക്കുന്നു. ഡ്രാമയെ ഒരു കഥയുടെ രൂപത്തിൽ മനസ്സിലാക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. ഞാൻ സദാ ബാബയുടെ ശ്രീമതത്തിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെ നല്ല രീതിയിൽ മഥനം ചെയ്യുന്നു. വിചാരസാഗര മഥനം ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞാൻ മുക്തി ജീവൻ മുക്തിക്കു വേണ്ടി ഓർമ്മയുടെ യാത്ര ചെയ്യുന്നു. ഞാൻ ഓർമ്മിക്കുകയാണ് എൻ്റെ 84 ജന്മങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം.
ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ഈ 3 രൂപത്തിലും ഓർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ സന്തോഷം വർദ്ധിക്കുന്നു. എത്ര തന്നെ ദാനപുണ്യങ്ങൾ ചെയ്താലും പിന്നീട് പാപം ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ ചെയ്ത പുണ്യമെല്ലാം താനെ നശിക്കുന്നു. ഏറ്റവും വലിയ പുണ്യമാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. ഓർമ്മയിലൂടെയാണ് ഞാൻ പുണ്യാത്മാവായി തീരുന്നത്. കൂട്ടുകെട്ടിന്റെ പ്രഭാവത്തിൽപ്പെട്ട് തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ മുമ്പത്തെക്കാളും കൂടുതൽ താഴോട്ട് പതിക്കുന്നു. 100 മടങ്ങ് നഷ്ടത്തിലേക്ക് പോകുന്നു. സദ്ഗുരുവിനെ നിന്ദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഉന്നതി ഉണ്ടാവുകയില്ല. കാമത്തിനുമേലെ പൂർണ്ണമായും വിജയിച്ചാൽ ജഗത് ജീത്താകുന്നു. ബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരീകരിക്കപ്പെടുന്നു. കർമ്മക്കണക്കുകൾ യോഗത്തിലൂടെ മാത്രമേ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ആരാണോ വളരെ നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നവർ അവർ സത്യയുഗത്തിന്റെ ആദിയിൽ ജന്മമെടുക്കുന്നു. ആരാണോ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകുന്നു. ബാബയിൽ നിന്നും എത്ര ആഴമുള്ള നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നത്. മുന്നോട്ടു പോകുന്തോറും ധാരാളം പോയിന്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. സേവനം ചെയ്യാത്തവരുടെ ബുദ്ധിയിൽ ഒന്നും തന്നെ ഇരിക്കില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമായതാണ്, ഇപ്പോൾ വീണ്ടും പവിത്രമായി തീരണം. ജ്ഞാനം ഉയരങ്ങളിലേക്ക് കയറ്റുന്നു, ഭക്തി താഴ്ചയിലേക്ക് ഇറക്കുന്നു. ബാബ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നു. സാക്ഷാത്കാരം ലഭിക്കുന്നു, പക്ഷേ ശ്രീമതം അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രാപ്തിയും ഉണ്ടാവുകയില്ല. ബാബയുടെ ജയന്തിയാണ് വജ്രസമാന ജയന്തി. ഉയർന്നതിലും ഉയർന്ന ബാബയാണ് സദ്ഗതി ദാതാവ്. ദേവതകളുടെ മഹിമ പാടുന്നുണ്ടെങ്കിലും ദേവതയാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബ കൽപ്പം കൽപ്പം വന്ന്
എന്നെ ദേവതയാക്കി മാറ്റുന്നു. ബാബയും ഡ്രാമ അനുസരിച്ച് സേവകനായി മാറുന്നു. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കൂ. നല്ല രീതിയിൽ സേവനം ചെയ്യുന്നവർക്കറിയാം ഞാൻ മാലയിലെ മുത്തായിത്തീരുമെന്ന്. നരനിൽ നിന്നും നാരായണനായിത്തീരണം. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, ഞാൻ നല്ല രീതിയിൽ പഠിക്കണം. ഞാൻ വിചാരസാഗര മഥനം ചെയ്ത് അപാര സന്തോഷത്തിലിരിക്കുന്നു. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. കൂട്ടുകെട്ടിന്റെ പ്രഭാവത്തിൽപ്പെട്ട് പാപകർമ്മങ്ങൾ ചെയ്യില്ല. മായയുടെ ദുഃഖത്തിന്റെ മേൽക്കൂര എടുത്തു മാറ്റുന്നതിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുന്നു. സെന്ററുകൾ തുറക്കുന്നവർ അനേകം പേരുടെ മംഗളത്തിന് നിമിത്തമായിരിക്കുന്നു. ബാബയുടെ വരദാനം എൻ്റെ സ്മൃതിയിൽ ഇമർജ് ചെയ്യുകയാണ്. വാക്കുകളുടെ മൂല്യത്തെ മനസ്സിലാക്കി അവയെ മിതവ്യയം ചെയ്യുന്ന മഹാനാത്മാവായി ഭവിക്കൂ. ബ്രാഹ്മണരുടെ മുഖത്തിലൂടെ ഒരിക്കലും ശപിക്കുന്ന വാക്കുകൾ വരാൻ പാടില്ല. ഞാൻ യുക്തിയുക്തവും പ്രയോജനമുള്ളതും മാത്രം പറയുന്നു. ശുഭകരമായ വാക്കുകൾ, സുഖം കൊടുക്കുന്ന വാക്കുകൾ മാത്രം പറയുന്നു. വാക്കുകളുടെ മിതവ്യയം ചെയ്യുമ്പോൾ മഹാനാത്മാവായി മാറുന്നു. ശ്രീമതത്തിന്റെ കൈ സദാ കൂടെയുണ്ടെങ്കിൽ മുഴുവൻ യുഗവും കൈകോർത്തു കൊണ്ടുപോകാം. ഓം ശാന്തി.